DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും സുരക്ഷിതവും ലാഭകരവുമായ നിക്ഷേപ പദ്ധതികളിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് സമാനമായി ഒരു നിശ്ചിത തുക നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണിത്. കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഗ്യാരണ്ടി ഉള്ളതിനാൽ സാധാരണക്കാർക്ക് വിശ്വസിക്കാവുന്ന നിക്ഷേപ പദ്ധതിയാണിത്. ബാങ്കുകൾ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതനുസരിച്ച് സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കുറയ്ക്കുമ്പോഴും പോസ്റ്റ് ഓഫീസ് പദ്ധതികളിൽ മികച്ച പലിശ നിരക്ക് നിലനിർത്തുന്നുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സഹായിക്കുന്നു. ഒരു നിശ്ചിത തുക ഒറ്റത്തവണയായി നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഈ പദ്ധതിയിൽ പ്രധാനമായും 4 കാലയളവുകളിലാണ് നിക്ഷേപം നടത്താൻ സാധിക്കുക. 1, 2, 3, 5 വർഷം. ഇതിൽ ഓരോ കാലയളവിനും വ്യത്യസ്തമായ പലിശ നിരക്കുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ബാങ്കുകൾ പലിശ നിരക്കുകൾ ഇടയ്ക്കിടെ കുറയ്ക്കുമ്പോഴും പോസ്റ്റ് ഓഫീസ് പലപ്പോഴും നിരക്കുകൾ നിലനിർത്താറുണ്ട്. നിക്ഷേപം തുടങ്ങുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് അത് കാലാവധി തീരുന്നതുവരെ മാറ്റമില്ലാതെ ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ ചേരാൻ കുറഞ്ഞത് 1000 രൂപ മതിയാകും. പരമാവധി നിക്ഷേപത്തിന് പരിധിയില്ല. വ്യക്തിഗതമായോ ഒന്നിലധികം പേർ ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായോ നിക്ഷേപം തുടങ്ങാം. കൂടാതെ ഒരാൾക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും വിവിധ പോസ്റ്റ് ഓഫീസുകളിലായി തുടങ്ങാൻ അനുവാദമുണ്ട്. കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്കും അക്കൗണ്ട് ആരംഭിക്കാം. കൂടാതെ നോമിനിയെ വെക്കാനുള്ള സൗകര്യവുമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പണം പിൻവലിക്കാനുള്ള സൗകര്യവുമുണ്ട്. എന്നാൽ നിക്ഷേപം ആരംഭിച്ച 6 മാസം കഴിയാതെ പണം പിൻവലിക്കാൻ സാധിക്കില്ല. 6 മാസത്തിന് ശേഷം 1 വർഷത്തിനുള്ളിലാണ് പിൻവലിക്കുന്നതെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് പലിശ മാത്രമേ ലഭിക്കൂ. കാലാവധിക്ക് മുൻപ് പിൻവലിക്കുമ്പോൾ നിശ്ചയിച്ച പലിശ നിരക്കിൽ നിന്നും 1 മുതൽ 2% വരെ കുറയാൻ സാധ്യതയുള്ളതിനാൽ കാലാവധി പൂർത്തിയാക്കുന്നത് തന്നെയാണ് ലാഭം. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്നവർക്ക് ആദായനികുതി നിയമം സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് നികുതി ഇളവ് ലഭിക്കും. എന്നാൽ ബാങ്കുകളെ പോലെ പലിശ തുകയിൽ നിന്ന് TDS ഈടാക്കാതെ തന്നെ കാലാവധിയിൽ മുഴുവൻ തുകയും നൽകുന്നു എന്നത് നിക്ഷേപകർക്ക് ആശ്വാസകരമാണ്. എങ്കിലും നിശ്ചിത പരിധിയിൽ കൂടുതൽ പലിശ ലഭിക്കുമ്പോൾ അത് വ്യക്തിയുടെ ആകെ വരുമാനത്തിൽ ഉൾപ്പെടുത്തി നികുതി കണക്കാക്കേണ്ടി വരും. നിലവിൽ 2026 മാർച്ച് മാസത്തിൽ ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് പരിശോധിക്കാം. 1 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 6.9%, 2 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 7%, 3 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 7.1%മാണ് പലിശ. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 7.5% പലിശ ലഭിക്കും. പലിശ നിരക്ക് അടിസ്ഥാനമാക്കിയുള്ള ലാഭം പരിശോധിച്ചാൽ 1 ലക്ഷം രൂപ 1 വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചാൽ 6.9% പലിശ നിരക്കിൽ 6900 രൂപ പലിശ ലഭിക്കും. 2 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 7% പലിശ നിരക്കിൽ ഇത് 14000 രൂപയായും 3 വർഷത്തേക്ക് 7.1% പലിശ നിരക്കിൽ 21300 രൂപയായും വർദ്ധിക്കും. 5 വർഷത്തെ നിക്ഷേപത്തിന് 7.5% പലിശ നിരക്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 37500 രൂപയാണ് പലിശയായി ലഭിക്കുന്നത്. കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപം പിൻവലിക്കുകയോ അല്ലെങ്കിൽ അടുത്തൊരു കാലയളവിലേക്ക് കൂടി നീട്ടുകയോ ചെയ്യാം. ഉദാഹരണത്തിന് 1 വർഷത്തെ ഡെപ്പോസിറ്റ് കാലാവധി കഴിഞ്ഞാൽ അത് വീണ്ടും 1 വർഷത്തേക്ക് കൂടി പുതുക്കാം. പലിശ കണക്കാക്കുന്നത് ഓരോ 3 മാസത്തിലാണെങ്കിലും അത് വർഷാവസാനം മാത്രമേ നിക്ഷേപകന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കൂ. ഈ പലിശ തുക നിങ്ങൾക്ക് നേരിട്ട് കൈപ്പറ്റുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യാം. ഓരോ വർഷവും പലിശ പിൻവലിക്കാതെ കാലാവധി തീരുന്നതുവരെ നിക്ഷേപിക്കുന്നത് കൂടുതൽ ലാഭം നൽകും. പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാം. സുരക്ഷിതമായി പണം വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കേന്ദ്ര സർക്കാർ പദ്ധതി മികച്ചൊരു തിരഞ്ഞെടുപ്പാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.